Hello, welcome to Shali's kitchen. ഇന്ന് നമുക്ക് ട്രഡീഷണൽ ആയിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ 1 kgയുടെ കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഷാലീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം, എന്നാലും പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. 1 kgയുടെ കേക്കാണ് നാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നമുക്ക് ഇതാണ് കേട്ടോ. ആദ്യം അഡീഷണലായിട്ട് ഇത് ഫ്രൂട്ട് സോക്ക് ചെയ്തിട്ടാണ് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഫ്രൂട്ട് സോക്ക് ചെയ്യാം. ഫ്രൂട്ട് സോക്ക് ചെയ്യാതെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് 1/2 കപ്പ് ഞാൻ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, റൈസൻസ് ഒക്കെ അതെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. വേണ്ടത് 1/2 കപ്പ് ഡേറ്റ്സ് ആണ്, ഈന്തപ്പഴം ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ടൂട്ടി ഫ്രൂട്ടിയാണ്. ടൂട്ടി ഫ്രൂട്ടി ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മിക്സ് മാച്ച് ചെയ്തിട്ട് ചെയ്യാം. ടൂട്ടി ഫ്രൂട്ടി കൂടുതൽ എടുത്തിട്ട് പിന്നെ റൈസൻസ് കുറവ്, അങ്ങനെ ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഡ്രൈഡ് ക്രാൻബെറീസ് ആണ് കേട്ടോ, അത് ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു kg ഇതിന് ഒരു 2-2.5 കപ്പ് ഡ്രൈഡ് ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. റിച്ച് പ്ലം കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫ്രൂട്ട് സോക്ക് ചെയ്യാനായിട്ട് പ്ലം കേക്കിന് ട്രഡീഷണൽ ആയിട്ട് ഒന്നല്ലെങ്കിൽ റം അല്ലെങ്കിൽ വൈനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വൈനാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്നുമില്ല, ഇൻസ്റ്റൻ്റ് ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു ദിവസം ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഇനി ഇത് അടച്ചു വെക്കുക, വെച്ചിട്ട് നന്നായി ഒന്ന് കുലുക്കി കൊടുക്കുക. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു 7 ഡേയ്സ് ഇത് വെക്കണം, എന്നാലും നിങ്ങൾക്ക് ട്രഡീഷണൽ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് എല്ലാ ദിവസവും നിങ്ങളൊന്ന് രാവിലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളുടെ ഒരാഴ്ചയായിട്ടുള്ള കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി നമ്മളെ കേക്കിന് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. ഇതാ മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം മെൽറ്റായി വരണം. ആൻഡ് ഇത് കരിയാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ഡാർക്ക് ബ്രൗൺ ആവണം, ബട്ട് കരിയാൻ പാടില്ല. നിങ്ങൾ വൈറ്റ് ഷുഗർ ഇട്ടാലും സെയിം ഈ കളർ തന്നെ കാരമലൈസ് ചെയ്ത് കിട്ടും. ഇതിലേക്ക് നമ്മൾ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ, ഇത് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഡാർക്ക് കളറാവും. ഓക്കെ, അപ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കണം. ഓക്കെ, ഞാൻ തണുക്കാൻ വെക്കണത്. എന്നിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പ്ലം കേക്ക് റെഡിയാണ്. നമ്മൾ ഇത് വെള്ളം ഒഴിക്കുമ്പോൾ കട്ട പോലെ ഉണ്ടെങ്കിൽ അത് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെൽട്ടാവും കേട്ടോ. ഇനി ഇത് നമുക്ക് തണുക്കാൻ ഒരു പാത്രം എടുത്തിട്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെക്കാം. അതിലേക്ക് ഒരു അരിപ്പ എടുത്തിട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടണം. അതിൽ ഞാൻ 1/4 ടീസ്പൂൺ ഗ്രാമ്പു, 1/4 ടീസ്പൂൺ ജാതിപത്രി, 1/4 ടീസ്പൂൺ കാർഡമം, ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡർ, ഓക്കെ, 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും. ഇതെല്ലാം ഈ സ്പൈസസ് ആണ് കേട്ടോ നമ്മളിടുന്നത്. അതെല്ലാം നമുക്ക് ഇതിലിട്ട് കൊടുക്കുക. എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടണം കേട്ടോ. ബേക്കിംഗ് പൗഡർ ഇതിലിട്ടിട്ടുണ്ട്, സോൾട്ടും കൂടി. ഇത് ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യണം. ഇനി നമുക്കിത് നന്നായി അരിച്ചെടുക്കുക. കട്ട ഒന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് എന്നിട്ട് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് 200 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 3 എഗ്ഗ് ഇടണം. ഞാനിപ്പോൾ 1 എഗ്ഗ് ഇട്ടിട്ടുണ്ട്.
അത് ബീറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ഇതിപ്പോൾ രണ്ടാമത്തെ ഇടുന്നുണ്ട്. ഇതിൽ ഹാൻഡ് ബീറ്റർ വേണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ജസ്റ്റ് വയർ വിസ്ക് കൊണ്ട് ചെയ്യാം. ഞാനിത് കുറച്ചും കൂടി എളുപ്പത്തിനാണ് ഇത് ചെയ്യണത്. 3 എഗ്ഗ് ഇട്ടിട്ട് നന്നായി ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, എല്ലാം ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കുക. ആൻഡ് നമ്മളുടെ ഇതില്ലേ പൊടി കുറച്ച് ഇട്ടിട്ട് ഇതിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന കാരമലില്ലേ അത് ഇട്ട് കൊടുക്കുക കേട്ടോ, ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോക്ഡ് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. മിക്സ് ഇല്ലേ അത് 2 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു പാത്രത്തിലേക്ക്. സോ ഇത് ഞാൻ 2 കപ്പ് എടുക്കുന്നുണ്ട്. ഇതിൽ എത്ര ഫ്രൂട്ട് മിക്സ് ഇട്ടാലും അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. കേക്ക് മിക്സിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇടാം. ഇത് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കേക്ക് മിക്സ് താഴെ പോകാതിരിക്കാനാണ്, ഈവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിടുന്നത്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം ഫുൾ മിക്സ് ആവുന്ന വരെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ 1 കപ്പ് ഇതും കൂടി ഇടാം കേട്ടോ, ചോപ്ഡ് നട്ട്സ് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇടാം. ഞാനിപ്പോൾ കാഷ്യൂം വാൾനട്ടിൻ്റെ മിക്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട്സ് ഇടാം, അല്ലെങ്കിൽ കാഷ്യൂ മാത്രമായിട്ട് ഇടാം. ഇത് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല കളർ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് ബേക്കിംഗ് പാനിലേക്ക്, ഞാനിപ്പോൾ ഒരു ബേക്കിംഗ് പാനും ബട്ടർ ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും ബട്ടർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ഇതിട്ട് കൊടുക്കാം കേട്ടോ, മിക്സ്. ഇതുപോലെ ഉണ്ടാക്കണേ നിങ്ങൾ, നല്ല ടേസ്റ്റി ആയിട്ട് വരും ഇതിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ മെല്ലെ ടാപ്പ് ചെയ്യണം കേട്ടോ, ഇത് എയർ ബബിൾസ് പോകാനാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യാനായിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ ഇതിലാണ് കേട്ടോ. 80 ഡിഗ്രിയിൽ നിങ്ങൾ 45 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ 350 ഫാരൻഹീറ്റ് കേട്ടോ. ഇപ്പം നിങ്ങൾ കാനഡയിലോ US ഒക്കെ ആണെങ്കിൽ ഓവൻ ഇല്ലെങ്കിൽ ഒരു നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വെച്ചിട്ട് ഒരു 45 മിനിറ്റ്സ് നിങ്ങൾ ബേക്ക് ചെയ്യിക്കുക. ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കൂൾ ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. സോ ഞാനിപ്പോൾ ഇത് ബേക്കിംഗ് പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതിങ്ങനെ ക്ലിയർ ആയില്ല, അതിൻ്റെ അർത്ഥം ഇത് റെഡി ആയി എന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഫ്രൂട്ട്സൊക്കെ നല്ല ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും ഒരു ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.